യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ ദൈവമക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നോമ്പും ഉപവാസത്താലും നമ്മൾ 50 ദിവസത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം ദൈവം കർത്താവായ യേശു ക്രിസ്തു വഴി ഉപവാസത്തെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് സുവിശേഷത്തിലൂടെ നമ്മൾക്കിന്ന് വിചിന്തനം ചെയ്യാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 33-34 തിരുവചനങ്ങൾ. അവർ അവനോട് പറഞ്ഞു, യോഹന്നാൻ്റെ ശിഷ്യർ പലപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഫരിസയരുടെ ശിഷ്യരും അങ്ങനെ തന്നെ. എന്നാൽ നിന്റെ ശിഷ്യർ തിന്നുകുടിച്ച് നടക്കുന്നു. യേശു അവരോട് മറുപടി പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴരെ കൊണ്ട് ഉപവസിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ദൈവമായ കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പോൾ ആ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന തോഴന്മാരെ കൊണ്ട് ഉപവസിപ്പിക്കുവാൻ ആർക്ക് സാധിക്കും? നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഏതൊരുവനും ദൈവാനുഗ്രഹം ലഭിക്കും. പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ചെയ്യാതിരിക്കുക. പ്രാർത്ഥനയും ഉപവാസവും നടത്തുമ്പോൾ തന്നെ മറ്റുള്ളവരെ സഹായിക്കുവാനും ആ സഹായം നൽകുന്നത് ദൈവവും നിങ്ങളുമല്ലാതെ വേറൊരാളും അറിയുവാതിരിക്കുവാനും ശ്രദ്ധിക്കുക. സ്നേഹമുള്ളവനായി നന്മയുള്ളവനായി ദൈവത്തിൻ്റെ മുന്നിൽ ആയിരിക്കുക. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും യേശു ക്രിസ്തുവിൻ്റെ സമീപത്തേക്ക് മുന്നിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഈശോ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദർശനങ്ങളാലും അവരെല്ലാം തൻ്റേതാക്കി മാറ്റട്ടെ. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രാഷ്ട്രത്തലവന്മാർ വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രാർത്ഥിക്കാം. യുദ്ധക്കെടുതിയിലകപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ദൈവത്തുണയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജോലിക്കായി ജോലി നഷ്ടപ്പെട്ട് വിഷമിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ ആവശ്യങ്ങളുടെ മേൽ കർത്താവ് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ സമാധാനപ്രിയനായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം
സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.